ആദ്യം അടൂർ ഗോപാലകൃഷ്ണ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അടൂർ ഗോപാലകൃഷ്ണന് കൊടുത്ത ബഹുമതിയായിരുന്നു. ഇന്ന് മോഹൻലാൽ അത് ഏറ്റുവാങ്ങുമ്പോൾ അത് മലയാള സിനിമ ഒട്ടാകെയാണ് ഏറ്റുവാങ്ങുന്നത് എന്ന കൗതുകം ലാലേട്ടൻ്റെ പുരസ്കാര ലബ്ധിയിലുണ്ട്. ഒന്ന് ഒരാളുടെ മാത്രം പുരസ്കാരവും മറ്റൊന്ന് നമ്മുടെ സിനിമ തന്നെ നെഞ്ചേറ്റുവാങ്ങുന്ന. ഇന്ത്യൻ സിനിമയുടെ പിതാവായി നാം കൊണ്ടാടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള ഒരു പുരസ്കാരം, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഗംഭീരമായ പുരസ്കാരം ഒരിക്കൽ കൂടെ മലയാള സിനിമയിലേക്ക് വരികയാണ്. ഒരിക്കൽ കൂടെ എന്ന് പറയുമ്പോൾ ആദ്യം അടൂർ ഗോപാലകൃഷ്ണ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അടൂർ ഗോപാലകൃഷ്ണന് കൊടുത്ത ബഹുമതിയായിരുന്നു. ഇന്ന് മോഹൻലാൽ അത് ഏറ്റുവാങ്ങുമ്പോൾ അത് മലയാള സിനിമ ഒട്ടാകെയാണ് ഏറ്റുവാങ്ങുന്നത് എന്ന കൗതുകം ലാലേട്ടൻ്റെ പുരസ്കാര ലബ്ധിയിലുണ്ട്. ഒന്ന് ഒരാളുടെ മാത്രം പുരസ്കാരവും മറ്റൊന്ന് നമ്മുടെ സിനിമ തന്നെ നെഞ്ചേറ്റി വാങ്ങുന്ന പുരസ്കാരവുമാണ്. അത്രമേൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം കൊണ്ട് മലയാളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മോഹൻലാൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പുരസ്കാര ലബ്ധിയിൽ നാം ഒക്കെ അനുഭവിക്കുന്ന ആനന്ദമെന്ന് പറയുന്നത്. ഒരുപാടേറെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടത്തിൽ വലിയൊരു പുരസ്കാരം തന്നിലേക്ക് വരുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് അദ്ദേഹം അത് നോക്കിക്കാണുന്നത്. നമുക്കൊക്കെ അറിയാം, സിനിമ തന്നെ ചേർത്ത് പിടിച്ചതിൻ്റെ കൂട്ടത്തിൽ അല്പം കൂടെ ഗാഢമായി തന്നെ ചേർത്ത് പിടിക്കുന്നു എന്ന അർത്ഥത്തിൽ സന്തോഷത്തിലാണ് മോഹൻലാൽ ആ പുരസ്കാര ലബ്ധിയെ നമ്മോട് പങ്കുവെച്ചത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയുടെ വലുപ്പം ഒന്നുകൂടെ വർദ്ധിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായാണ് നാം ഈ പുരസ്കാരത്തെ നോക്കിക്കാണുന്നത്. ദേവിക റാണി തൊട്ടിങ്ങോട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങിയവരുടെ പട്ടിക നാം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വളരെ അപൂർവമായി മാത്രമാണ് അഭിനേതാക്കളെ തേടി ആ പുരസ്കാരം വന്നിട്ടുള്ളത്. അത് ശിവാജി ഗണേശനെ എടുത്താലും നാഗേശ്വർ റാവുവിനെ എടുത്താലും അമിതാഭ് ബച്ചൻ എടുത്താലും രജനീകാന്തിനെ എടുത്താലും നമുക്ക് വിരലിൽ എണ്ണിയെടുക്കാവുന്ന താരങ്ങൾ മാത്രമാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. കൂട്ടത്തിലേക്കാണ് മോഹൻലാലിൻ്റെ പേര് പതിയുന്നത് എന്നതിൻ്റെ സന്തോഷം ഈ പുരസ്കാരം ലഭിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ തിരശ്ശീലയിൽ മോഹൻലാൽ വന്നു പോയിട്ടുള്ളത് എന്ന് കൗതുകത്തോടെ നോക്കിക്കണ്ടവരാണ് നമ്മളെല്ലാവരും. അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന് പോലും വ്യക്തിപരമായി എനിക്ക് തോന്നാറില്ല. ഒരു മഴ പെയ്യുന്നത് പോലെയോ ഒരു പൂ വിരിയുന്നത് പോലെയോ നമ്മളുടെ തിരശ്ശീലയിൽ സംഭവിക്കുന്ന ഒരു ഫാൻറ്റസി കാഴ്ച മാത്രമായിട്ടാണ് മോഹൻലാലിനെ വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ലാലിന് പോലും അറിഞ്ഞുകൂടാത്തൊരത്ഭുത കാഴ്ചയാണ്. എപ്പോഴൊക്കെ ആ കാഴ്ച നമ്മളുടെ തിരശ്ശീലയിൽ സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് വലിയ കോളിളക്കങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ സകലമാന ഗ്രാഫുകളെയും അത് മാറ്റിപ്പണിതിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുകളെ കടന്ന് ഇന്നോളം സഞ്ചരിച്ചിട്ടില്ല മലയാള സിനിമ. മോഹൻലാലിനേക്കാൾ വലിപ്പമുള്ള ഒന്നും മലയാള സിനിമയുടെ കൊമേഴ്സ്യൽ ചരിത്രത്തിൽ പറയാനില്ല എന്ന നമ്മളുടെ പറച്ചിലുകളുടെ മേലെ ആണിയടിച്ചുകൊണ്ട് അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം മലയാള സിനിമയിലേക്ക് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്, ഈ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുന്ന പുരസ്കാരമല്ല. ഈ പുരസ്കാരം മോഹൻലാലിന് നെഞ്ചേറ്റുന്ന ഓരോ മലയാളിക്കുമുള്ള സിനിമയുടെ ആദരവാണ്. മുമ്പ് കഞ്ചാവ് എന്ന് പറയുന്ന പുസ്തകം, ഈ തലക്കെട്ട് പോലും സത്യത്തിൽ ലാലിനെ കുറിച്ച് എഴുതിയ ഒരു എഴുത്തിൽ നിന്ന് ഞാൻ അടർത്തിയെടുത്ത തലക്കെട്ടാണ്. ഈ പുസ്തകത്തിലൊരിടത്ത് മോഹൻലാലിനെ കുറിച്ച് എഴുതി അവസാനിപ്പിച്ച വരി മാത്രം ഈ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോൾ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: ആരാണ് മോഹൻലാൽ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ പറയാവുന്ന ഉത്തരം ലോകവിപണി കണ്ടതിൽ വെച്ച് ഏറ്റവും വീര്യമുള്ള ഒരു ലഹരി മരുന്ന് എന്നാണ്. എനിക്കാരാണ് ലാലേട്ടൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതുതന്നെയാണ്. നട്ടുവളർത്തിയ രഹസ്യകാമനകളുടെ ഒരു കഞ്ചാവ് ചെടിയുണ്ട് ടെറസിന് മുകളിൽ, അതിൻ്റെ പേരാണ് മോഹൻലാൽ എന്ന്. നാം എല്ലാം നമ്മുടെ ടെറസിന് മുകളിൽ നട്ടുവളർത്തി വെക്കാറുള്ള, എന്നെങ്കിലും നാം ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ സകലമാന രഹസ്യകാമനകളുടെയും ഒരു ലഹരി ചെടിയുണ്ട്, ഒരു കഞ്ചാവ് ചെടിയുണ്ട്. ആ ചെടിയുടെ പേരാണ് നമുക്ക് മോഹൻലാൽ. അതിൻ്റെ സകലമാന ആനന്ദത്തോടും കൂടെ ഈ പുരസ്കാരം ലാലേട്ടനൊപ്പം ചേർന്ന് നിന്ന് നമുക്കെല്ലാവർക്കും ഏറ്റുവാങ്ങാം.